നമ്മുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം ഭയങ്കര സ്മെല്ലി ആയിരുന്നു, പിന്നെ അയൺ കണ്ടന്റ് കൂടുതലായിരുന്നു, പിന്നെ അതോടൊപ്പം തന്നെ വെള്ളത്തിന് ഭയങ്കര കളർ വ്യത്യാസം, റെഡിഷ് കളറായിരുന്നു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് പ്യുവർ റെഡിഷ് കളറായിരുന്നു. കണ്ടിരുന്നു അല്ല, കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ടോ? പിന്നെ വെൽ സാറ്റിസ്ഫൈഡ് ആണ്. ഒന്ന് നമുക്കൊന്ന് എടുത്തത് നോക്കിക്കോളൂ. നമുക്ക് ക്വാളിറ്റി ഒന്നും എടുത്തിട്ട്, നേരത്തെ ഞാൻ എടുത്തായിരുന്നു, ക്വാളിറ്റി ഒന്ന് എടുത്തിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞോളൂ. ക്ലിയർ അല്ലേ? പിന്നെ സാറ്റിസ്ഫൈഡ് ആയി. ഇതൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലടാ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ വർക്കിനെ കുറിച്ചും അതുപോലെ വർക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞ അതേ ഇൻസ്റ്റാളേഷൻ തന്നെ അവര് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് നമ്മുടെ ഒരു ഐഡിയയിൽ തന്നെ അവർ ചെയ്തു തന്നു. പിന്നെ വെള്ളം ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സൈറ്റിൽ നിന്ന് കുന്നുകരയാണ്. കുന്നുകര എന്ന് പറയുമ്പോൾ എറണാകുളം ഡിസ്ട്രിക്ട് തന്നെയാണ്. വന്നിരിക്കുന്നത് ഒരു വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിത് ടെറസിന്റെ മേലിൽ നിൽക്കുന്നത്. ടെറസ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊരു ആശ്വാസം, വെയിലൊന്നും കൊള്ളില്ല. അപ്പൊ നമ്മളിത് ഇവിടെ ഓൾറെഡി നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ടാങ്ക് ഈ ഒരു കാണുന്ന ടാങ്കാണ്. അത്യാവശ്യം 1000 ലിറ്ററോളം കപ്പാസിറ്റിയുള്ള ടാങ്കാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് വരുന്ന ലൈന, അതായത് ഗ്രാവിറ്റിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടുത്തെ ലൈൻ എന്ന് പറയുമ്പോൾ 2 ഇഞ്ചിന്റെ ലൈനാണ്. 2x1.5 ആക്കിയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന്റെ ക്വാളിറ്റിയിൽ അയണിന്റെ സാന്നിധ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ഇവിടെ ക്ലോറിനേഷന്റെയും ആവശ്യകതയുണ്ട്. ആ ഒരു നേച്ചറിലുള്ള ഒരു അയണാണ്. അപ്പൊ ഈ ഒരു വർക്കിന്റെ വിശേഷങ്ങളായിരിക്കുള്ളൂ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വർക്ക് തുടങ്ങാം. അധികം വലിച്ചു നീട്ടണില്ല. വെസലും ബാക്കിയുള്ള അനുബന്ധ സാധനങ്ങളൊക്കെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. മീഡിയാസും പ്ലംബിങ്ങിന്റെ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വർക്ക് നമ്മുടെ വീഡിയോയിലൂടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ. അപ്പൊ ഇവിടെ വെള്ളം എന്ന് പറയാനായിട്ട് നല്ല രീതിയിലുള്ള അയൺ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ കാണിച്ചു കേട്ടോ അയൺ. ഇവിടെ നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വെള്ളത്തിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീന്റെ ലൈനാണെന്ന് തോന്നുന്നത്. കണ്ടോ, അത്യാവശ്യം ഈ ഒരു കളറാണ് വെള്ളത്തിന്. അയൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അയണിന്റെ അവസ്ഥ. അതായത് നല്ല കുറുകിയ വെള്ളമാണ്. അപ്പൊ ഈ ഒരു വെള്ളത്തിന് നമുക്ക് ക്ലിയർ ആക്കി എടുക്കേണ്ട കേട്ടോ. ഇതിന്റെ വെയിലത്തോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇതിന്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും. ഇത്രയും നമുക്ക് നല്ല രീതിയിൽ ടർബിഡിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള അയണും ഉണ്ട്.
കൂട്ടുകാർ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ അത് മീഡിയ എല്ലാം ഫില്ല് ചെയ്ത് അതുപോലെ പ്ലംബിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനിടയ്ക്ക് ബാക്ക് വാഷിന്റെ പ്രൊസീജിയർ നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കാണിച്ചില്ല. ബാക്ക് വാഷ് ഒക്കെ നമ്മൾ ചെയ്ത് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോർമലൈസ് ചെയ്തേക്കാണ് സിസ്റ്റത്തിനാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ഇതിന്റെ ക്വാളിറ്റി ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫിൽട്രേഷൻ വെച്ചതിന് ശേഷം നമ്മുടെ എന്താ പറയാ പ്രോസസ്സ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ നമ്മൾ അഡീഷണൽ ചെയ്തതിന് ഒരു എയർ വെന്റ് കൊടുത്തിട്ടുണ്ട്. കാരണം നിയർ ബൈ ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഫിൽട്ടർ ടാങ്കിന്റെ. അപ്പൊ ഒരു അഡീഷണൽ എയർ വെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എയർ ലോക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഗ്രാവിറ്റിയിലാണെന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ക്ലോറിനേഷന്റെ ആവശ്യകത ഉണ്ട്. അപ്പൊ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് ക്ലോറിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു നേച്ചറാണ് ഈ അയണിന്റെ. അപ്പൊ അത് വിത്തൗട്ട് ഫെയിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബാക്കിയൊക്കെ നോർമലാണ്. അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് വ്യക്തമായി തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ കസ്റ്റമറുടെ കൂടെ ഉണ്ട്, ഷാജൻ നമുക്ക് വിളിച്ചിട്ട് ചോദിക്കാം അദ്ദേഹത്തിന് ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം, അതുപോലെ തന്നെ എന്തായിരുന്നു മുന്നേ ഇവര് ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഷാജൻ കണ്ടിട്ടുള്ള ഞാൻ വിളിക്കാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞു, കണ്ടില്ലേ? അപ്പൊ എന്താണ് അഭിപ്രായം, എങ്ങനെയുണ്ട്? അത് നമുക്ക് ആദ്യം എന്താണ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം ഭയങ്കര സ്മെല്ലി ആയിരുന്നു. പിന്നെ അയൺ കണ്ടന്റ് കൂടുതലായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ വെള്ളത്തിന് ഭയങ്കര കളർ വ്യത്യാസം, റെഡിഷ് കളറായിരുന്നു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് പ്യുവർ റെഡിഷ് കളറായിരുന്നു. വീഡിയോയിൽ കണ്ടിരുന്നു അല്ല, കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പൊ അതായിരുന്നു നല്ല രീതിയിൽ ടർബിഡിറ്റി ഉണ്ട്. ടർബിഡിറ്റി ഉണ്ടാവുന്ന അയണുണ്ട്. അയൺ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണില്ല. ക്ലോറേഷൻ ചെയ്താൽ മാത്രമേ അതിനെ പിടിക്കാൻ പറ്റുള്ളൂ. നാച്ചുറൽ അയണ്ട. അപ്പൊ നമ്മള് ക്ലോറേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ആഴ്ചയിൽ വീക്കിലി വൺസ് നമ്മൾ ചെയ്യാം. നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ വെല്ല് എന്ന് പറയുമ്പോൾ ഓപ്പൺ വെല്ലാണ്. അപ്പൊ നമുക്ക് ബൈ മാനുവലി ചെയ്താൽ മതി. ഇപ്പൊ ബോർവെല്ല് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം അവിടെ ആവശ്യകതയുള്ളൂ. അപ്പൊ നമുക്ക് അഡീഷണൽ ചെലവ് വരെയാണ്. ഡോസിംഗ് പമ്പ് വേണം, അതുപോലെ ഡോസിംഗ് ടാങ്ക് വേണം, അതുപോലെ നമുക്ക് അതിന്റെ സൊല്യൂഷൻ തീരനുസരിച്ച് സൊല്യൂഷൻ നമുക്ക് അതിനകത്ത്. അപ്പൊ നമുക്ക് ആ പമ്പും നമ്മുടെ വെൽ പമ്പായിട്ട് സിങ്ക് ആവും. വെൽ പമ്പ് ഓൺ ആകുന്ന സമയത്ത് ഇതും ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിട്ട് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തോണ്ടിരിക്കും. ഓട്ടോമാറ്റിക് സിസ്റ്റം. നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടോ? പിന്നെ വെൽ സാറ്റിസ്ഫൈഡ് ആണ്. ഒന്ന് നമുക്കൊന്ന് എടുത്തിട്ട് നോക്കിക്കോളൂ. നമുക്ക് ക്വാളിറ്റി ഒന്നും എടുത്തിട്ട്, നേരത്തെ ഞാൻ എടുത്തായിരുന്നു. ക്വാളിറ്റി ഒന്നും എടുത്തിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞോളൂ. ക്ലിയർ അല്ലേ? പിന്നെ സാറ്റിസ്ഫൈഡ് ആയി. ഇതൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലടാ. ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ വർക്കിനെ കുറിച്ചും അതുപോലെ വർക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞ അതേ ഇൻസ്റ്റാളേഷൻ തന്നെ അവര് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് നമ്മുടെ ഒരു ഐഡിയയിൽ തന്നെ അവർ ചെയ്തു തന്നു. പിന്നെ വെള്ളം ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കും ഒരു വ്യക്തത ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.